ഒരു കൈ ടാറ്റ, ഒരു കൈ പഴം കഴിക്കാം. അഖിലിങ്ങനെ വെച്ചാലും വിറച്ചോണ്ടിരിക്കും. ഓണത്തല്ലി പുള്ളിയെ കുളിച്ചിരുത്തി ഇടിച്ചത്. അത് കുമ്മിയടി. അത് പോപ്കോൺ അല്ലേ? പോപ്കോൺ അല്ല, എന്റെ അണപ്പല്ല. കടയ്ക്ക് ഞാൻ പേരിട്ടു സണ്ണി ലിയോൺ. ആൾക്കാർ വിചാരിച്ചു തുണിയില്ലാത്ത കടയാണ്, അതുകൊണ്ട് അന്ന് തന്നെ കട പൂട്ടേണ്ടി വന്നു. എല്ലാവർക്കും ഓണാശംസകൾ. അടുത്തൊരു പുഷ്പം പിടിച്ച് അവരെ തോപ്പിക്കണം. ഞാൻ ഫസ്റ്റ് മേടിക്കണം. എല്ലാ തവണയും ബെസ്റ്റ് ചാളി അവര് ബെസ്റ്റ് മറ്റേത് കരയത് എല്ലാത്തിനും ശരിയാക്കി ഞാൻ കൊടുക്കും. അഖിലേ എണീരടാ. അഖിലേ അങ്ങനെ വന്നോ? എണീരണ ആ ചളിയുടെയും പുഴുങ്ങലിന്റെയും മെഡൽ ഇപ്പൊ തന്നെ തരികയാണെങ്കിൽ അത് രണ്ടുപേർക്കും കൊടുത്തങ്ങ് വിടായിരുന്നു. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ചേച്ചി ഗോവയിലേക്ക് മത്സരിക്കാൻ ഞാൻ റെഡി. ഒന്നും ഇങ്ങോട്ട് വരൂ. അവിടെയാണോ? ശരി, ഞാൻ റെഡി. ഞാനാണ് ഈ നാട്ടിന്റെ പ്രമാണി. അതെ, അപ്പോ ഞാനാണ് ഇവിടുത്തെ ഗെയിംസും എല്ലാം ആഘോഷങ്ങളും ഉത്സവവും എല്ലാം തീരുമാനിക്കും. അതെ, പക്ഷെ ജയിക്കുന്ന ഞാനായിരിക്കും. അത് നമുക്ക് നോക്കാം. മത്സരിക്കാം. അപ്പൊ ആദ്യത്തെ ഗെയിം എന്താണെന്ന് അറിയണ്ടേ? ഈ പഴം കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ഗെയിമിന്റെ ഒരു ഊഹം മനസ്സിലായില്ലേ? മനസ്സിലായി. ഒരു കൈയില് മനസ്സിലായില്ല. ഒരു കൈ ടാറ്റ, ഒരു കൈ പഴം കഴിക്കുക, അത്രേ ഉള്ളൂ. ടാറ്റ ഇങ്ങനെ നടന്നോണ്ടിരിക്കണം, ഫ്രൂട്ട് കഴിച്ചോണ്ടിരിക്കണം. ടാറ്റ ഇങ്ങനെ നടന്നോണ്ടിരിക്കണം, ഫ്രൂട്ട് അത് അഖിൽ ജയിക്കും. അഖിൽ ഇങ്ങനെ വെച്ചാലും വിറച്ചോണ്ടിരിക്കും കൈ. ഇതിപ്പോ ആര് കണ്ടുപിടിച്ച ഗെയിമാണ് ഇത്? ഐസക് ന്യൂട്ടൺ മറ്റേ ബൾബ് കണ്ടുപിടിച്ചതിന് ശേഷം ചെറിയൊരു സഭയുണ്ടായിരുന്നു, അപ്പൊ കണ്ടുപിടിച്ച ഗെയിം. ഐസക് ന്യൂട്ടൺ ആണോ ആ ബൾബ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ അല്ലേ? തോമസ് തോപ്പിൽ കൂടിയാ. അത് അവൾക്ക് അറിഞ്ഞൂടാ. പറഞ്ഞോട്ടെ, ഞാനൊരു തോമസ് തോപ്പിൽ കുടിക്കുള്ളതാണത്. അല്ലല്ലോ. അതെ. അപ്പൊ അല്ലേ? ഇതില് ഞാൻ വേണമെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. ആണോ? മതി. ബിഫോർ ദാറ്റ് ഞാൻ പറഞ്ഞോട്ടെ, ഈ ഗെയിമിൽ ഞാൻ ജയിക്കും. എനിക്ക് ഈ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് മുമ്പ് ഒരാള് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് ആരാന്നും എങ്ങനെയാന്നും പറഞ്ഞു. ഓക്കെ ഓക്കെ. ഓൺ യുവർ മാർക്സ്, ഗെറ്റ് സെറ്റ്, ഗോ. കയ്യേ കൈ ശ്രീവിദ്യ, കയ്യേ അഖിൽ, കയ്യേ കയ്യേ നവമി, കയ്യേ അലീന, എലീന കയ്യേ കയ്യേ അഖിൽ, കയ്യേ അഖിൽ, കയ്യേ അല കയ്യേ കയ്യേ പച്ചപ്പഴോ അമ്മ പറ്റില്ല. കയ്യേ അല കയ്യേ 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 ടാറ്റ 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 ഇല്ല, ടാറ്റ ഇല്ല, ടാറ്റ ഇല്ല. ഞാൻ എപ്പോഴും പറഞ്ഞുതരാം. കഴിക്ക് വായ തീർത്ത്. കയ്യേ കയ്യേ ടാറ്റ. കഴിക്ക് ഫുൾ. വായ തുറക്ക്. രണ്ട് വായ. ശ്രീവിദ്യ കഴിഞ്ഞോ? എലീന കഴിഞ്ഞോ? എവിടെ വായല്? വായ തുറക്ക്, വായ തുറക്ക്, വായ തുറക്ക്, വായ തുറക്ക്, വായ തുറക്ക്. ഞാൻ സത്യസന്ധമായിട്ടാണ് മത്സരിക്കണം. എന്റെ കൈ നിന്നിട്ടില്ല. എന്റെ കൈ. ഞങ്ങളൊക്കെ എന്നെ ചെയ്തു. കൈ നിന്നോ? ചവയ്ക്കുമ്പോ നിങ്ങൾ നോമിയുടെ കൈയും ടാറ്റ പറയുന്നു, പഴവും ടാറ്റ പറയുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഗെയിം? ഇച്ചിരി എന്താ പറഞ്ഞ, നല്ല പഴം വേണമായിരുന്നു. ദിസ് വാസ് ലൈക്ക് എനിക്ക് കിട്ടിയത് ഭയങ്കര പച്ച. ആദ്യം അപ്പൊ വിന്നർ നമ്മളുടെ ഇനി നമുക്ക് ആ കുട്ടീൻസ് പറഞ്ഞു തരണം. എലീന, അഖിൽ.
ബാക്കി രണ്ടുപേരും ഇപ്പോഴും ഇല്ല കഴിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചി, ഞങ്ങളാണ് സത്യസന്ധമായിട്ട് മത്സരിച്ചത്. ഞങ്ങൾ കൈ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, സത്യം. ബാക്കി എല്ലാരും സ്റ്റോപ്പായി. എല്ലാരും കൈ സ്റ്റോപ്പ്. അല്ല ഞാൻ വേറെ ഇല്ല. നമുക്ക് ഇനി ഒരു കാര്യം അറിയാനുണ്ട്. കാരണം എന്താന്ന് പറയാ, വേറെ ഒന്നും കണ്ടല്ല, ശ്രീവിദ്യ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ 1ാം സ്ഥാനത്ത് എത്തും. അപ്പോൾ ഞാൻ ആ രഹസ്യം പറഞ്ഞു. അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ പോയപ്പോ സുരേഷ് ഗോപി സാർ പറഞ്ഞു കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് സാറിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഭക്ഷണം കഴിച്ച് ഇനി ലാസ്റ്റ് പഴം തരും. സാറ് കഴിക്കുക പറഞ്ഞു, കഴിക്കുന്നു പറഞ്ഞ് തരുമ്പോ നമ്മൾ നോർമലി ഇങ്ങനെയല്ലേ കഴിക്കുക. അപ്പൊ എന്റെ അടുത്ത് സാർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ കഴിക്കരുത്, കാരണം പഴത്തിന്റെ തൊലിയിൽ അഴുക്കുണ്ടാവും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. എപ്പോഴും ഒരു കൈ കൊണ്ട് നമ്മളത് ചെയ്യാന്ന് അന്ന് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അതായത് ശ്രീവിദ്യയുടെ കല്യാണത്തിന് എല്ലാവരും ശ്രദ്ധിച്ചോണം, സദ്യ ഉണ്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒറ്റ കൈ കൊണ്ട് നമ്മൾ പഴം കഴിക്കുന്നത്. അല്ല അത് മാത്രമല്ല, അന്ന് ആ സദ്യയുടെ ഫ്രണ്ടിലൂടെ പോയാൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പഴം തെറിച്ചു പോണ കാണാം. വിരലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും, ഇത് തെറിച്ച് അടുത്ത വായിലിരിക്കും. അടുത്ത ഗെയിം തരൂ, എനിക്ക് ജയിക്കണം. അപ്പൊ വേൾഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് വേഴ്സസ് നമ്മുടെ ക്രൂ മെമ്പർ വടംവലിയാണ്. റെഡിയല്ലേ? അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ നമ്മുടെ ഇവിടെ നിങ്ങൾ ഞങ്ങളെ കാണും, പക്ഷെ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങളുടെ ചുറ്റും കാണുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർ റെപ്രസെന്റ് ചെയ്ത് ഓരോരുത്തർ വന്നാൽ മതി. ക്യാമറ ടീം, ലൈറ്റ്, ഓഡിയോ, പ്രൊഡക്ഷൻ, ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട്, ഓക്കെ, മേക്കപ്പ്, അങ്ങനെ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ ആൾക്കാർ. ഒരു 5 ഡിപ്പാർട്ട്മെന്റ് മതി. 5 ഡിപ്പാർട്ട്മെന്റ്. Okay. ശ്വേത ചേച്ചി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഗ്രൂമേഴ്സിന്ന് ഒരാളും കുട്ടിപ്പട്ടാളും നമ്മുടെ ടീമിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. എല്ലാരും വരൂ, എല്ലാരും കേറി വാ. ഓക്കെ, എന്നാ വാ എല്ലാരും വരട്ടെ. അടിച്ചു കേറി വാ. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഒരു സൈഡിലുള്ളത്. സാധാരണ നമ്മൾ ഈ ഓണാഘോഷത്തിനൊക്കെ നമ്മൾ കിടന്ന് ഇവിടെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ നമ്മുടെ പ്രേക്ഷകർ കാണാറില്ല. സോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനു കയറിയിരിക്കുന്നു. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്തിയിരിക്കുകയാണ്. വടം സ്ട്രൈറ്റ് ചെയ്യാൻ. ചേച്ചി, നമ്മുടെ കുട്ടിപ്പട്ടാളം എന്താ വന്നോണ്ടിരിക്കുകയാണ്. വാ മക്കളെ. നിങ്ങൾ ആ ടീമോ? ഞാൻ ജയിക്കണ്ട ടീമില്. അപ്പൊ ഈ ടീം അതാണ് ആര് ജയിച്ചാലും ആ ടീമില്. നിങ്ങൾ വന്ന ടീമേ തോൽക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ജോബിയുടെ ഒരു കാര്യം ചെയ്യും, ഫ്രണ്ടിൽ ഈ ഫ്രണ്ടിൽ എത്തിട്ട് അവരെ ചിരിപ്പിക്കുമെങ്കിൽ നമ്മൾ ജയിക്കും. ശരി, അപ്പൊ ശ്വേത ചേച്ചി ഒരു മിനിറ്റ് അവിടെ ഹോൾഡപ്പ് ചെയ്തോളാം. പക്ഷെ വീടല്ലേ, ഞങ്ങൾ ആദ്യം നമ്മള് ഇതെടുത്ത് കയ്യിൽ പിടിക്കാം. ഇത് പിടിക്കൂ. നമ്മള് റോഡ് കയ്യിൽ പിടിക്കാൻ പോവാണേ. പിടിക്കൂ. On your marks, get set, go. എന്താ പറയാനുള്ളത്? നിങ്ങളൊരു 50 പേര് നമ്മൾ 50 പേരൊന്നല്ല, ഇവിടെ ചെറിയ വെയിറ്റ് നോക്കണം. വെയിറ്റ് നോക്കണം. കാര്യമില്ല. ഇത് പറ്റില്ല. നോബി ചേട്ടൻ തന്നെ ഇവിടെ 5 പേര് വെയിറ്റ് താടി തന്നെ ഉണ്ട് 80 കിലോ. അതായത് എനിക്ക് തോന്നിയ ഞാനും അഖിലും ചില നല്ല കാറ്റുള്ള സമയത്ത് 2 തുണി ഉണക്കാട്ടിട്ടുണ്ടാവൂല. അതെ, ഏറ്റവും ജാസ്തി എനിക്ക് ഫീൽ ചെയ്തത് അഖിലും എലീനയും. ചേച്ചി, നോബി ചേട്ടൻ വലിച്ചു, പക്ഷെ ചവിട്ടി വലിച്ച എന്റെ പാവ. പക്ഷെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ആ പക്ഷെ ടീമിന്റെ നന്നായിട്ട് ഇവര് അവരാണ് വലിച്ചത്. ഇവിടെ ഷോ ആയിരുന്നു. എല്ലാരും ഷോ സത്യം ആയിരുന്നു. പറയാ, നിങ്ങളാണ് ഏറ്റവും നന്നായി ഇവരെ കോമ്പീറ്റ് ചെയ്തത്. നിങ്ങൾ നന്നായി ചാലഞ്ച് ചെയ്തു. സൂപ്പർ. ഓക്കെ, അപ്പൊ പ്രസന്റ് പഴം വരട്ടെ. വീണ്ടും അഖിൽ. ഞാൻ പഴം കട്ടപ്പോ കൈവൊക്കെ അയച്ചു പ്ലീസ്. നമ്മുടെ പ്രിയപ്പെട്ട ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്വേത മേനൻ ഞങ്ങളുടെ ഈ ഓണാഘോഷ പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടിയും ജയിച്ച ടീമിന് അതാ നൽകുകയാണ് ഓണസമ്മാനം. ഓക്കെ.
ഒരു പഴക്കൊലയാണ് തരാൻ പോകുന്ന ജയിച്ച ടീമിന്. അല്ല എനിക്കൊരു സജഷൻ പറയാനുണ്ട്. നമ്മുടെ കൂടെ ഇത്രയും ആത്മാർത്ഥമായിട്ട് വലിച്ച അവർക്ക് നമ്മുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ കൊല അവർക്ക് അതായത് നമ്മുടെ ക്രൂ മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ മെമ്പേഴ്സിന്. പിന്നെ എന്താണെന്നറിയോ, എന്നും നമുക്ക് കിട്ടണ പഴം, അതുകൊണ്ട് ഇത് അവർക്ക് കൊടുത്തോ. അതെ, എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് അവിടെ സോഫയിൽ കൂടെ കിട്ടിയത് ഒരു പഴം. ക്രൂ മെമ്പേഴ്സ് എന്നാ ശരി, ഞാനും പോട്ടെ. സോറി പോവുമായിരുന്നടാ, എന്തിനാണ് പിടിച്ചത്? അങ്ങ് പോവുമായിരുന്നു. എടാ ഒന്ന് റെസ്റ്റ് എടുക്കടാ. ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോയാലോ ഗായ്സ്? ഏത് കരക്കാരാണെന്ന് പരിപാടി നമ്മൾ അവതരിപ്പിക്കുന്നത്? ഇന്ന് ഗംഭീര ആവേശത്തിലാണ്. ആരാണീ നമ്മൾ? നമ്മള് കരയുടെ പേര് പറ. നമ്മൾ ജയിച്ചിട്ടില്ലേ? എടാ, കരയുടെ പേര് പറയണേ. കരയുടെ പേര് തെക്കൻ തെക്കേക്കര. കേട്ടോ തെക്കര തര മെഴുകി തൂത്തെടുത്തു. ഞങ്ങൾ തെക്കേക്കര. ആവേശമല്ലേ? അപ്പൊ ആവേശം ആര് വേണം? ആര് വേണം? ഞങ്ങൾക്ക് ആരും അമ്പാൻ വേണ്ട. വേണം. പിന്നെ ആര് വേണം? രംഗേണ്ണൻ വേണം. അങ്ങനെ രംഗേണ്ണനും അമ്പാനും കൂടി തെക്കേക്കരയ്ക്ക് വേണ്ടി മെഴുകാതെ ഒരാവേശം. ശ്രദ്ധിക്കാൻ പറ അമ്പാനെ. അവൾ ചെളിന്ന് രക്ഷപ്പെട്ടു. മോനെ അമ്പാനെ പൊളിച്ചു കിട്ടാൻ പോണേ. സൂപ്പർ. ഹാപ്പി അല്ലേ? ഹാപ്പി രംഗ ചേട്ടാ. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ അല്ലെങ്കിലാ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആക്കും. അതാ രംഗ. അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. ഞാനേ എല്ലാ ഓണം ആഘോഷിക്കണത് അങ്ങ് ബാംഗ്ലൂർ. ഇപ്രാവശ്യം ഞാൻ ഇവിടെ കേരളത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. അടിപൊളി. അതുകൊണ്ട് നമുക്ക് അടിച്ച് പൊളിക്കണം. പൊളിക്കാം. അമ്മോട് അടിപൊളി മാവിളിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ? മാവിളി 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 മാവിളിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ നമുക്ക് പരിപാടികൾ തുറക്കാം. അല്ല അമ്പാൻ ഇവിടെ അമ്പാൻ അമ്പാനെ ഇവിടെ അമ്പാനെ ശ്രദ്ധിക്കാൻ അമ്പാനെ പോയി വിളിച്ചോ. എന്താണ് കിടന്നല്ലേ വിളിക്കണേ? എല്ലാം സെറ്റാണോ അമ്പാനെ? എല്ലാം സെറ്റാണ്. ഓണക്കളി, ഓണപ്പാട്ട്, ഓണസദ്യ, ഓണത്തല്ലൊഴിച്ച് ബാക്കി എല്ലാം സെറ്റാണ്. അല്ല മാവേലി എവിടെ? മാവേലി അണ്ണൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു മാവേലി കിട്ടിയിട്ടുണ്ട്. ഒരു സൂപ്പർ മാവേലി, ഒരു ഒന്നൊന്നര മാവേലി. ഇത് മാവേലി വേണ്ടേ? മാവേലിനെ വേണം. എനിക്ക് ഒന്നര മാവേലിനെ വേണ്ട. എനിക്ക് ഒരു മാവേലിനെ മതി. അര മാവേലിനെ പറഞ്ഞു വിട്ടേക്ക്. മാവേലി വിളിക്കട്ടെ? ആ വിളി വിളി വിളി. മാവേലി എല്ലാവർക്കും ഓണാശംസകൾ. അമ്പാണേ എന്താ ഇത്? അണ്ണാമ്മ ഓണാശംസകൾ തന്നെയാണ് പറഞ്ഞത്. അണ്ണൻ കേട്ടേന്റെ സംശയമാണ്. ആ പോട്ട് പോട്ട്, നീ ഒന്നൂടെ പറഞ്ഞ ഓണാശംസകൾ. കേട്ടേന്റെ മിസ്റ്റേക്ക് അല്ല, അവ പറഞ്ഞതിന്റെ മിസ്റ്റേക്ക് ആണ്. സോറി അണ്ണ. ചേട്ടനെന്നെ വെറുതെ ചെറുതാക്കാൻ നോക്കണ്ട. ഞാൻ മഹാബലി മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ വിഷുവിന് കൃഷ്ണനായത്തൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ എല്ലാവരോടും ഒരു വിശ്വാസംസകൾ പറഞ്ഞേ. എല്ലാവർക്കും വിഷാംശയങ്ങൾ. വിഷാംശങ്ങളാ? ആ വിഷാംശങ്ങള്. അതെന്ത്? നിങ്ങൾ കേരളത്തിലുള്ളവർ പച്ചക്കറികൾ വിഷം കുത്തിയല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷാംശയങ്ങൾ. ഇതെന്താ ബംഗാളിയാണോ? ഞാൻ പറഞ്ഞതെന്താ കേരളത്തിലെ ആൾ വേണമെന്നല്ലേ? ചേട്ടാ അതെ ചേട്ടാ. ചേട്ടനെന്നെ അല്ലേ ഓർക്കിയത്? അതെ. ചേട്ടനൊരു മണ്ടന. അതെന്താണോ നീ അങ്ങനെ പറഞ്ഞത്? ചേട്ടാ ഈ മഴയല്ലാത്തപ്പോ പിന്നെന്തിനാ നിക്കോട്ടാ? ഒരു മണ്ടൻ ചേട്ടനാ മാറ്റി. പോട്ട് പോട്ട് പോട്ട്. അപ്പം നിന്റെ പേരെന്ത് മാവേലി? എന്റെ പേര് മോത്തിലാൽ.
മോത്തിലാള്. അമ്പാനെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അണ്ണാ അവന്റെ അമ്മ അവന് മോത്തിലാലിന് പേരിട്ട ഞാൻ എന്തിനു ശ്രദ്ധിക്കാം? കേരളത്തിൽ എവിടെയാണ്? ഞാനേ കേരളത്തിലെ പെരുമ്പാവൂര് ഒരു ഇരുമ്പ് കമ്പനിയില് ജോലി ചെയ്യുന്നു. ശ്രദ്ധിക്കണ്ടേ? അണ്ണാ അവനല്ലേ ഇരുമ്പ് കമ്പനിയിൽ ജോലി ചെയ്യണ്, അപ്പൊ അവനല്ലേ ശ്രദ്ധിക്കണ്ടേ? പോട്ട് 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 ഊര് ഊർ ഊർ ഊർ. ഞാൻ അപ്പളേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട, ഞാൻ ഊറി തരാം ചേട്ടാ. വീട് വീട് ഹൗസ് വീട് എന്റെ വീട് ജാർഖണ്ഡ് ജാർഖണ്ഡ്. അമ്പാടെ ശ്രദ്ധിക്കണ്ടേ അമ്പാടെ? അണ്ണാ അവന്റെ അച്ഛനും അമ്മയല്ലേ ജാർഖണ്ഡിൽ കൊണ്ട് വീട് വെച്ച്, ശ്രദ്ധിക്കണ്ടേ? പോട്ട് പോട്ട് പോട്ട്. ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? കേരളത്തിലെ മാവളി മതി എന്നല്ലേ? നീ കേരളത്തിലെ മാവളി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ജാർഖണ്ഡിലെ മാവളിനെ പിടിച്ചോണ്ട് വന്നത്? അണ്ണ ഇവൻ കേരളത്തിൽ തന്നെയാണ്. ഇവനെ പെരുമ്പാവൂര് സ്വന്തമായിട്ടൊരു വലിയ വീടുണ്ട്, റേഷൻ കാർഡുണ്ട്, 2 കുട്ടികളും ഒരു ഭാര്യയുണ്ട്. ചേട്ടാ ചേട്ടന് തട്ടി ഒരു കുട്ടിയും 2 ഭാര്യ. മഹാബലിയല്ല ബാഹുബലി. അല്ല ഭാര്യമാർ എന്ത് ചെയ്യുന്നു? ഞാൻ എന്തെങ്കിലും വാർത്തർന്ന് പറഞ്ഞ എന്നെ എന്തെങ്കിലും ചെയ്യും. ഒരു കുഴപ്പമില്ല. ഓണപ്പരിപാടികളൊന്നും തുടങ്ങണ്ടേ? ഓണപ്പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഓണത്തിനെ പറ്റി എന്തറിയാം? എനിക്ക് ഓണത്തിനെ കുറിച്ചൊക്കെ അറിയാം. എങ്ങനെ ഓണത്തിനെ പറ്റി 2 വാക്ക് പറ. ഓണത്തെ കുറിച്ച് പറയട്ടെ? 2 വാക്ക് മതിയാ? 2 വാക്ക് മതി. ഓണത്തിന് ജോളിയുള്ള, ഓണത്തിന് ബോണസ് കിട്ടും. ഇന്നടക്ക് ബോണസ് കിട്ടുന്ന ദിവസമാണ്. മുതലാളി വിളിച്ചാൽ ഞാൻ പോവും. അയ്യോ പോവല്ലേ പോവല്ലേ, നമുക്ക് ഓണ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പോവാം. ഹലോ മുതലാളിയാ? ചേട്ടാ ബോണസാ? ഞാനിപ്പോ വരാം മുതലാളി. ചേട്ടാ ഞാൻ പോവാണ് ചേട്ടാ. എന്ത്? അല്ല എനിക്ക് മുതലാളി ബോണസ് വിളിച്ചെന്ന് ഞാൻ പോന്ന്. അയ്യോ ഇപ്പൊ പോവാൻ പറ്റൂല, നമുക്ക് ഓണ പരിപാടി കഴിഞ്ഞിട്ട് പോവാം. നിനക്ക് പൈസ തന്നിട്ടില്ലേടേ? നീ ഇപ്പൊ പോണ്ട, നമുക്ക് ഓണ പരിപാടി കഴിഞ്ഞിട്ട് പോയാ മതി. എനിക്കിപ്പോ ബോണസ് ചേട്ടാ. നീ പോവോ? അമ്പാനെ കാണിച്ചു കൊടു. ഈ രംഗച്ചട്ടൻ കാണിക്കുന്നു പറഞ്ഞ കാണി. അയ്യോ ഈ രംഗച്ചട്ടൻ കാണിക്കുന്നു പറഞ്ഞ കാണിക്കും. കാണിച്ചു കൊടുമ്പാനെ, അവൻ പേടിച്ചത് കണ്ട. ശരിയാണ് കേട്ടാ. ഒന്നാ പൊട്ടുന്നില്ല. ഇങ്ങോട്ട് തന്നെ ചേട്ടാ. ചേട്ടൻ എന്നെ പത്തിക്കാനൊന്നും നോക്കണ്ട. ഇത് കുട്ടികൾ വാങ്ങുന്ന പൊട്ടാസ് ചേട്ടാ, ഇത് പൊട്ടൂല. പൊട്ടൂലേ? അയ്യോ നിനക്ക് ഇതൊക്കെ പൊട്ടിക്കാൻ അറിയാമോ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പൊട്ടിക്കാറുണ്ട് ചേട്ടാ. നീ തോക്കാണേ, തോക്കിനെയും പൊട്ടിച്ച്. നിനക്ക് ഇനി ഓണപ്പാട്ട് പാടാൻ അറിയില്ലേ? ഹിന്ദിയിൽ പാടാൻ അറിയാം. നീ ഹിന്ദിയിൽ പാടണ്ട, ഇത് മലയാളികൾ ആഘോഷിക്കുന്ന പരിപാടിയാണ് ഓണം. അപ്പൊ നീ ഇത് ഓണപ്പാട്ട് മലയാളത്തിൽ പാടിയാ മതി. ചേട്ടാ ഹിന്ദി കേട്ട് നോക്കി ചേട്ടൻ ഇഷ്ടപ്പെടുമെന്ന് നോക്കറോ? എങ്കിൽ ശരി പാട് പാട്. ശരി ചേട്ടാ. ഓണം ആയ ഓണം ആയ ഓണം ആയ മഹാബലി തിരുവോണം ആയ. ഓണം അടിപൊളിയായിട്ടുണ്ട്. പാട്ട് ഇഷ്ടപ്പെട്ടു. ഓണം പൊളിച്ച്. ഓണം പൊളിച്ചല്ലേ അണ്ണ, പൊളിഞ്ഞ്. പൊളിഞ്ഞ മാവേലി താണ്ട പോയി. മാവേലി അവിടെ പോയി. മാവേലി പാട്ടിന്റെ ഇടയ്ക്ക് മുങ്ങിയണ്ണ. മുങ്ങിയാ? എനിക്ക് അവൻ പോട്ട്. എനിക്ക് അവൻ പോണേലൊന്നും വിഷമമില്ല. അമ്പാണേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ബംഗാളിക്ക് ബോണസ് ആണ് മുഖ്യം. എന്നാ അണ്ണ ഞാൻ ഇനി അണ്ണന്റെ കൂടെ ബാംഗ്ലൂരിക്ക് വരുന്നില്ല. അതെന്ത്? അണ്ണന്റെ കൂടെ ബാംഗ്ലൂരിൽ വന്ന് വെടികൊണ്ട് ചാവണേനെക്കാട്ടും നല്ലതല്ലേ ഈ സ്ഥിരം ജോലിക്ക് പോകുന്ന മാവേലിന്റെ കൂടെ പോയി കാശ് സമ്പാദിക്കാൻ. ഒന്ന് പോണ. എന്നെ ആർക്കും വേണ്ട. നീ നന്നായി വാ, നന്നായി വാ, നന്നായി വാ. നീ നന്നായി വാ. നന്നായി വാ.
നീണാൾ വാഴട്ടെ. അതൊന്നും വേണ്ട. ആ സെറ്റപ്പ് കേൾക്കുമ്പോഴേ അറിയാം നമ്മൾ ഇവിടെ അതുകൊണ്ട് അതൊന്നും വേണ്ട. അത് വേണം. ഞാൻ വീട്ടിൽ നിന്ന് കുത്തിയിരുന്ന് പഠിച്ചതാണ്. അയ്യോ ഇത് നീ കുളവാക്കുവാ ഇത്. നീ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ലായിരുന്നാ? ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എടാ നമ്മൾ എല്ലാ വർഷവും ഓരോ ഉടായ്പ കാണിച്ച പല പണക്കാരെ നമ്മൾ പറ്റിക്കാറുണ്ട്. അതുപോലെയല്ല ഇത്തവണ നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ഒരു പണച്ചാക്കിനെയാണ്. ഒരു കോടീശ്വരനാ. ഓ കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10 പൈസയുടെ കുറവുണ്ട്. ഈ കോടീശ്വരനുണ്ടല്ല എല്ലാ ഓണത്തിനും പുള്ളിയുടെ വൈഫായിട്ട് ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ടൂർ പോകും. ഇത്തവണ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ കമ്പനി വല്ല ടൂർ പാക്കേജ് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു എന്തിനാ ഉണ്ട് സാർ, നമുക്ക് വേണമെങ്കിൽ അമേരിക്കക്ക് പോവാം. അപ്പൊ പുള്ളി പറയാ വേണ്ടെന്ന്. ഓസ്ട്രേലിയക്ക് പോവാം വേണ്ട, യൂറോപ്പിൽ പോവാൻ വേണ്ട. ലാസ്റ്റ് കലിമൂത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ പാതാളത്തിൽ കൊണ്ടുപോവാന്ന്. ഈ പൊട്ടനത് വിശ്വസിച്ചടാ. അതല്ലേ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുള്ളി ഇപ്പൊ വരും. അതിന് വേണ്ടിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഇവന്റെ എല്ലാ അഴിച്ചങ്ങ് മേടിച്ച് അണ്ടർവെയർ തിരിച്ചു വിടാം. മാവേലിയെ കൊണ്ടുവരാന്ന് പറഞ്ഞ നീയല്ലേ? ഞാനാണ്. എന്നിട്ട് മാവേലി എന്തേ? ഉഗ്രം മാവേലിയാ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല കിണ്ണം കാച്ചിയ മാവേലി. കണ്ട കടിച്ച് തിന്നും. മാമ്പഴമാണോ മാവേലിയാണോ നീ കൊണ്ടുവന്നത്? മാവേലി എന്നിട്ട് മാവേലി എന്തേ? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായാ മതി. എന്റെ പൊന്നളിയാ എല്ലാ ഉടായ്പും പോലെ എനിക്ക് കുറച്ച് പൈസ തരണം. എന്താണിത്? മഹാബലിയാണല്ലോ, വയറ് കുറവ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കാച്ചിലും ചേമ്പും ചേനൊക്കെ തിന്ന് ഗ്യാസ് കയറ്റാൻ വേണ്ടിട്ട്. പൊന്നോ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മഹാബലി തമ്പുരാന്റെ ചിരി ഒന്ന് ചിരി കാണിച്ചുതരാം. ഒന്ന് ചെയ്തേ നോക്കട്ടെ. കറക്റ്റ് മാളാരവിന്ദൻ. ഇങ്ങനെയാണോ മഹാബലി തമ്പുരാന്റെ ചിരി? ഡയലോഗ് റെഡിയാണ്. ഡയലോഗ് ഓക്കെയാണ്. ഒന്ന് പറഞ്ഞ നോക്കട്ടെ. എല്ലാ കേരളക്കരയിലെ നമ്മുടെ പ്രജകൾക്കും ഈ മഹാബലി തമ്പുരാന്റെ ഓണാചംചകൾ. വർണ്ണൂർക്ക് കൊടുക്കാനുള്ള ജാം റെഡിയാ. ഇനി ബ്രെഡ് കൂടെ വാങ്ങിച്ചാൽ. എന്തുവാണോ ഈ പറയുന്നത്? അളിയെ കറക്റ്റ് ആയിട്ട് പറ. ഓണാചംചകൾ. ഓ എന്റെ അളിയെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാലല്ല അളിയൻ രക്ഷപ്പെടുക ഇവിടുന്ന്. എങ്ങനെ? ഈ വരുന്ന ഭയങ്കര ഒരു കോടീശ്വരനാ. പുള്ളി പുതിയ സിനിമ ചെയ്യുവാ. അതിനകത്ത് നായകൻ ആരാ? അളിയൻ. അതെ നായകനാക്കും നിങ്ങള്. നന്നായിട്ട് ചെയ്യും സാർ. എന്തായാലും പോയി ഒന്ന് പഠിച്ചോളാം. ആ കിഴങ്ങം വിളിക്കുന്നുണ്ട്. ഹലോ സാർ, മേളിലെത്തിയാ? എന്റെ സാറേ ഭാഗ്യമുണ്ട് സാറിന്. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ പാതാളത്തിലേക്ക് ഒരാൾ വരുന്നത്. മേളിൽ നിന്ന് താഴെ കിടക്കാനായിട്ട് അവിടെ ടീം റെഡി ആയിട്ടുണ്ട്. സൂക്ഷിച്ചിങ്ങോട്ട് ഇറങ്ങിപ്പോരും. സാറിന് പാതാളത്തിലേക്ക് വെൽക്കം. നന്ന് ഞാൻ പറയല കൊള്ളൂല. ഇതാണേ പാതാളം. ഇതാണ് പാതാളം. എന്റെ 40 ലക്ഷം രൂപ ഇതാണ് പാതാളം. സാർ ഇത് തന്നെയാണ് പാതാളം. ഇതല്ല പാതാളം സാർ. ഇതാണ് സാർ പാതാളം. പാതാളം നമ്മൾ അവിടെ കുറെ എത്തി, ഇവിടെ കുറെ എത്തി, മുകളിൽ കുറെ എത്തി. തിത്ത എന്ന് കളിക്കുന്ന പെമ്പിള്ളേർ എവിടെ? ദേവലോകമാണ്. ദേവലോകം. അപ്പൊ ഇതാണ് പാതാളം. ഇതാണ് പാതാളം. എന്നെ കണ്ടിട്ട് മണ്ടനായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. തോന്നുന്നുണ്ടോ? ഇല്ല സാർ. ആണല്ലേ? പക്ഷെ എന്റെ ഭാര്യക്ക് ഇപ്പോഴും ഒരു സംശയം, ഞാൻ മണ്ടനാണോ? പക്ഷെ അവളെ മുമ്പ് എനിക്ക് ഷൈൻ ചെയ്യണം. അത് ചെയ്യാം. അപ്പൊ ഓരോ വർഷങ്ങളിലും നമ്മൾ ഈ ഓണത്തിന് പല പല വെറൈറ്റി സ്ഥലങ്ങളിൽ വെച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. കാരണം എനിക്ക് പണത്തിന്റെ കൊഴുപ്പാണല്ലോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ വെച്ചായിരുന്നു. ഓസ്ട്രേലിയ വെച്ച് കങ്കാരുവിന്റെ സഞ്ചിക്കാത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വെറൈറ്റി ഇത്തവണ അവളെ മുമ്പ് ഞാൻ ഒന്ന് ഷൈൻ ചെയ്യും. ഞാൻ ഒരു കിഴങ്ങനല്ലെന്ന് ഞാൻ തെളിയിക്കും. സാറേ ഷൈൻ ചെയ്യാനും മാത്രമുള്ള സംഭവങ്ങളിവിടെ ഉണ്ടല്ലോ. അതെ അതെ, വിളിച്ചിറക്കവളാ. അല്ല എന്റെ ഭാര്യയാണ്. പൈസ അടയ്ക്കാൻ ഞാൻ തന്നെ. നേരെ പിടിച്ചിറക്കണം. ഇന്ന് ഞാൻ ഷൈൻ ചെയ്യുമെന്ന്. എടുത്തോണ്ട് പോ. ഞാൻ ഷൈൻ ചെയ്യാം. ഇങ്ങോട്ട് പാടി. ഇങ്ങോട്ട് വാ. കണ്ട ഇതാണ് പാതാളം. ഇതാണ് പാതാളം. ഇതാണോ പാതാളം? മനുഷ്യ ഇപ്പോഴും നിങ്ങൾ മണ്ടത്തരം കാണിച്ച് കുറെ പൈസ കളഞ്ഞോ? മേഡം ഇതാണ് പാതാളം. സാറിന് വിശ്വാസമായി. ഞാൻ പറഞ്ഞില്ല ഇവിടെ എപ്പോഴും എന്നെ കിഴങ്ങനെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു തെളിയിച്ചു കൊടുക്കുക ഇതാണ് പാതാളം എന്ന്. എന്റെ മേഡം ഇത് തന്നെയാണ് പാതാളം. നമ്മൾ ചന്ദ്രനിലെ ആൾക്കാർ ചെല്ലത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ ചന്ദ്രനിലെ ആൾക്കാർ എത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ പാതാളത്തിലേക്ക് ആദ്യമായി വന്ന 2 ദമ്പതികൾ നിങ്ങളാണ്. അപ്പൊ മാവേലി എവിടെ? മഹാബലി തമ്പുരാൻ
നീടാൾ വാഴട്ടെ. ഞാൻ പറഞ്ഞില്ലേ അയ്യോ അയ്യോ ദൈവം. തഥാസ്തു. കേരള നാട്ടിൽ നിന്നും നമ്മെ കാണാൻ പാതാളത്തിലെത്തിയ നമ്മുടെ പ്രജകൾക്ക് ഈ മഹാബലി തമ്പുരാന്റെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. തങ്കു ഹാപ്പി ന്യൂ ഇയർ ആണോ? ഓണം ഇല്ല ഇപ്പം. ഹാപ്പി ന്യൂ ഇയർ ചോദിക്കും. ആണല്ലോ. ഞാൻ ചോദിക്കാം, തലയിരിക്കുമ്പോ വാലാടണ്ട. അതെങ്ങനെ ഹാപ്പി ന്യൂ ഇയർ? അല്ല ഞാൻ മണ്ടല്ല, അതെങ്ങനെ ഹാപ്പി ന്യൂ ഇയർ? സാറേ അതെ, അതെങ്ങനെ? അതായത് നമ്മുടെ നാട്ടിൽ ഓണമാണല്ലോ. അപ്പൊ ഈ മഹാബലി തമ്പുരാൻ അവിടെ എത്താനായിട്ട് കുറച്ച് സമയം വേണമല്ലോ. അവിടെ ഓണമാകുമ്പോ ഇവിടെ ഹാപ്പി ന്യൂ ഇയർ ആണ്. അല്ല അങ്ങനെയല്ല. അത് മാത്രമല്ല, നമ്മളിപ്പോ കേരളത്തിൽ പകലാണെങ്കിൽ അമേരിക്കയിൽ രാത്രിയായിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് അങ്ങനെ ഒരു സംഭവമാണ് ഈ ന്യൂ ഇയറിന്റെ പിന്നിൽ. അങ്ങനെ അമേരിക്ക രാത്രിയാകുമ്പോ ഇവിടെ പകല്. അപ്പൊ കേരളത്തിൽ ഓണമാകുമ്പോ ഇവിടെ ന്യൂ ഇയർ. കണ്ട നേരത്തെ പറയാത്തത് നമുക്കൊരു കേക്കൊക്കെ വെച്ച് പടക്കം പറ്റിച്ച് ഇവിടെ ന്യൂ ഇയർ അങ്ങ് ആഘോഷിക്കരുത്. കിടിലം കേട്ടാ, കിടിലം. തങ്കു ഇത് മാവേലി അല്ല. ഇതാര് മാവേലി അല്ലാതോ? ഇവക്ക് എന്ത് പറഞ്ഞാലും സംശയം വന്നേ. 40 ലക്ഷം രൂപ മുടക്കി. 40 ലക്ഷം രൂപ. തങ്കു നമ്മളെ സ്വർണ്ണക്കടയിലെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവേലി ഇതുപോലെയാണോ? ശരിയാണോ? ചോദിക്ക്. ഞാൻ പറയാം, എനിക്ക് 3 സ്വർണ്ണക്കട ഉണ്ട്. അവിടെ നിൽക്കുന്ന മാവേലി ഇതേപോലെ അല്ല. നമ്മുടെ തുണിക്കടയിൽ നിൽക്കുന്ന മാവേലി ഇതേപോലെ കറക്റ്റ് അത്. അല്ല പ്രജ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ നാട്ടിൽ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന നടനുണ്ടല്ലോ, അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് വ്യത്യസ്ത ലുക്കിലല്ലേ ഒരു സിനിമയിലും. സ്വടിയത്തിലെ പോലെയാണോ നരസിംഹത്തിൽ അഭിനയിച്ചിരിക്കുന്നത്? നരസിംഹത്തിൽ അഭിനയിച്ചിരിക്കുന്നതാണോ പിൻഗാമിൽ അഭിനയിച്ചിരിക്കുന്നത്? അതുപോലെ നമ്മളെ പോലെ ലുക്കുള്ള ഒരുപാട് ആൾക്കാർ മോളിൽ കാണും. ആണല്ലേ? അപ്പൊ അവിടേക്ക് ഉള്ളത് ഫിഗറാണ്. സാങ്കളാണ് ഒറിജിനൽ. എന്റെ പൊന്ന് തങ്കു, മഹാബലിക്ക് എങ്ങനെ മോഹൻലാലിനെ അറിയാം? ചോദിച്ച കേട്ടില്ലേ, മഹാബലിക്ക് എങ്ങനെ മോഹൻലാലിനെ അറിയാന്ന്? അതും സാറിനോട്, ഇത്രയും ബുദ്ധിയുള്ള സാറിനോട്. അതിന്റെ ഉത്തരം ഞാൻ പറയണം. എടി, ഈ മഹാബലി ഓണത്തിനല്ലേ പറഞ്ഞ, അപ്പോഴല്ലേ ലാലേട്ടന്റെ പടം അവിടെ റിലീസ്. അപ്പൊ പിന്നെ അറിഞ്ഞൂടെ? അപ്പൊ എന്തായാലും നിങ്ങൾ പാതാളം കണ്ടു, മഹാബലിനെ കണ്ടു. ഇനി തിരിച്ചു പോക്കോ? ഇല്ല ഇല്ല, എനിക്ക് സംശയമുണ്ട്. എന്നാ എനിക്ക് മഹാബലിയോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം. കാരണം ഞാൻ 40 ലക്ഷം അവക്ക് ഇന്നെങ്കിലും എനിക്ക് ഷൈൻ ചെയ്യണം. ഞാൻ കിഴങ്ങല്ല, ഈ ഓണത്തിന് എനിക്ക് തെളിയിക്കണം. ചോദിക്കട്ടെ, നമ്മൾ എന്തിനു വേണ്ടിട്ടാ 10 ദിവസം അത്ത ഇടുന്നത്? 10 ദിവസം അത്ത. നമ്മൾ ഓരോ ദിവസം റിഹേഴ്സൽ വേണമല്ലോ ഇട്ട് നോക്കാനായിട്ട്. അവസാന ദിവസം നമ്മൾ ഒറിജിനായിട്ട് ഇടും, എന്നിട്ട് വൈദ്യുതി ഇളകി കളയും. അപ്പൊ ഈ 9 ദിവസം റിഹേഴ്സലാണ്. ഒറിജിനൽ വൈദ്യുതി ഇളകി കളയും. ഓ, ചില സ്കിറ്റുകൾ കളിച്ച് 10ന്റെ അന്ന് പൊളിക്കുമ്പോ പൊളിക്കാൻ പറയും. അതാണ് സംഭവം. അപ്പൊ റിഹേഴ്സൽ ആയിരുന്നു ഒറിജിനൽ കേട്ടോ. ഇതുവരെ ഇങ്ങനെയാണ്. തങ്കു, എന്നാ മാവേലി ഓണപ്പാട്ട് പാടണം. അത് ഓണപ്പാട്ട് പാടിക്കോട്ടെ. ഷൈൻ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട്. പ്രജേ, മുമ്പോട്ടൊരു പാടാം. മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഇങ്ങനെയുണ്ട്. മഹാബലി ചൈനന്ന് വന്നതാണോ? മനുഷ്യരെല്ലാരും ഒന്നുപോലെ. തലയിരിക്കുമ്പോ വാലാടണ്ട. മനുഷ്യരെങ്ങനെ ഒന്നായി? അപ്പൊ ചൈനന്ന് വന്നതാണോ? ഞാൻ ചൈനക്കാരനാണ്. ഞാൻ ചൈനന്ന് വന്നതല്ലേ. മഹാബലി ചൈനന്ന് വന്നോ? അതെങ്ങനെ? വിശ്വാസമായില്ല. കണ്ണിൽ പോലും കാണാൻ കൊള്ളാത്ത ഒരു കൊറോണ വൈറസ് ഇന്ത്യക്കകത്ത് കിടന്നാണ് കേരളത്തിൽ വന്നത്. പിന്നെ ഇത്രയും തടിയുള്ള എനിക്ക് കേരളത്തിൽ വന്നു. അത് കറക്റ്റാ. അപ്പം സത്യത്തില് ചൈനക്കാരനാണല്ലേ? അത് ഈ പാട്ട് ചൈനക്കാരെ പാട്ടാ, കേരളക്കാരെ കടമെടുത്തത്. ശരിയാ. ഈ പാട്ടിൽ ഒരിക്കൽ പോലും കേരളമെന്ന് പറഞ്ഞിട്ടില്ല. അത് കറക്റ്റാ. ആ പാട്ട് ഇങ്ങനെ വേണം പാടാനായിട്ട്. എങ്ങനെ? മാവേലി നാടു പണിടുങ്കാലം മനുഷ്യരെല്ലാരും കണ്ടമര പോലെ. നമ്മുടെ കണ്ടമര പോലെ. അപ്പൊ എന്തായാലും കണ്ട സ്ഥിതിക്ക് ഓണമൊക്കെ അല്ലേ, എനിക്കൊരു ചെറിയ ആഗ്രഹം. എന്താണാവോ? മഹാബലിയായിട്ട് ഒരു 2 എനിക്കൊന്ന് അടിക്കണം. നല്ല തീരുമാനം. തങ്കു, വേണ്ട. അടിക്കട്ടെ? വേണ്ട. ഇവിടെ അടിക്കാൻ സമയത്ത് എന്തെന്നറിയാം, ഞാൻ 2 അടിച്ചു കഴിഞ്ഞാൽ മുണ്ടൂരി തലയിൽ കിട്ടും. ഒരു തല കെട്ടല്ലേ ഉള്ളൂ. ഞാൻ തുണി കഴിഞ്ഞിട്ട് ഓടും. മികച്ച കോമ്പിനേഷൻ. നമ്മളൊന്ന് ഷൈൻ ചെയ്യും കേട്ടാ. ഒരു പ്രത്യേക ഓഫർ ഉണ്ട്. അതെ, റീൽസ് ചെയ്യാൻ പറ്റും മാവേലിയൊത്ത്. അതാണ് ഒരു ഓഫർ കൊടുത്തത്. റീൽസിനാണെങ്കിൽ ഞാൻ എത്ത് കാശ് റീൽസ് ചെയ്യാം. എടി നിനക്ക് റീൽസ് ഷൈൻ ചെയ്യാടി അവിടെ ചെന്ന്. ഞാനാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. രസികൻ സെല്ലിൽ പാട്ടിട്ട് അതാണ് ഇപ്പൊ ഇതാ ഹിറ്റ്. അയ്യോ അതിന്റെ അതല്ലേ ഞാനത് ദൃഷ്ടി എല്ലാം അറിയാം. അപ്പൊ തമ്മിൽ അവിടെ എന്നോളൂ. ഓക്കെ.
വെറുതെ മംഗളക്കുളിർഗംഗ എന്തിന് മുത്തേ മൂർധാവിൽ സീൽക്കരിക്കണ സർപ്പം എന്തിന് നീലകണ്ഠത്തിൽ പല ഭാവമംഗില ജീവിതത്തിന് മോചവും തരണേ എന്റെ പ്രാണ സങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ ക്ലാസ് എടുത്തോണ്ട് നാരങ്ങ കഴിഞ്ഞു കുടിക്കട്ടെ. അയ്യോ സാറേ, അപ്പൊ റീൽസ് ഒക്കെ ഓക്കെ ആയില്ലേ? ഇതിന് സ്പെഷ്യൽ ആയിട്ടൊരു ഫണ്ട് നമുക്ക് വേണം. അയ്യോ തരും 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 കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തും തരും. കാരണം നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തന്നെ എഴുതി തരും. സന്തോഷം. പേനയുണ്ടോ? ചെക്ക് ഉണ്ടോ? ചെക്ക് ബുക്ക് ഉണ്ടോ? ചെക്ക് ബുക്ക് ഇവിടെ ചെക്കില്ലേ? ചെക്കില്ല സാറേ. പിന്നെ ഞാൻ എന്റെ പൊക്കുള്ള ഒപ്പിട്ട് വിട്ടാ മതിയാ? ഒരു പൈസ കിട്ടുന്ന കാര്യം അന്ന് കിട്ടോ? അല്ല ചെക്ക് എവിടെ? സാറിന്റെ ചെക്കിലല്ല ഒപ്പിട്ട് അതാണല്ലേ. ഒരു 5 ലക്ഷം രൂപ ഈ ഓണം ഞാൻ ആടിച്ച് പൊളിക്കും. എന്റെ സാറേ സന്തോഷം സന്തോഷം. കാരണം കേരളത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ നിങ്ങോട്ട് രണ്ടുപേരും വരുന്നത്. നീ എങ്ങനെ മനസ്സിലാക്കണേ ഞാൻ വെറും മണ്ടനല്ലെന്ന്? അതെ വേണം. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചുറ്റി കാണാനായിട്ട്. പാതാളത്തെ കിച്ചണൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. സൈഡാണ് കിച്ചൺ? ആ സൈഡിലാണ് കിച്ചൺ. ആണല്ലേ? സാധാരണ നമ്മളവിടെ കക്കൂസ് അവിടെ ഇവിടെയാണല്ലേ കിച്ചൺ. ഞാൻ ഇടക്കിടക്ക് വിറ്റൊക്കെ അടിക്കും. ഒരു ഓണം വിറ്റായിട്ട് നമുക്ക് കിച്ചൺ കാണാം. കിച്ചൺ മഹാബലി ആയതുകൊണ്ടാണ് പൈസ കിട്ടിയത്. എന്താണത്? എന്താ സംഭവം? ഇത് ഓണത്തല്ല്. ഓണത്തല്ല് ഓണത്തല്ല്. അല്ല പുള്ളിയെ കുനിച്ചിരുത്തി ഇടിച്ചത് അത് കുമ്മിയടി. കുമ്മിയടി. ഇതാര്? മഹാബലി. മഹാബലിയാ? അപ്പൊ അതാര്? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ നമ്മുടെ പൈസ വാങ്ങി ഇവന്മാര് നമ്മള് പറ്റിക്കാണെന്ന്. പറ്റിക്കായിരുന്ന? അപ്പോൾ നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നേ. വിളിയേ പോലീസ്. അല്ല പോലീസിന് വിളി. ഈ ഓണത്തിന് നിങ്ങൾക്ക് അവിടെ കിടന്നാൽ മതി. എന്റെ പൊന്ന് സാറേ, ഒരുപാട് ഫ്രോഡ് പണി നടത്തി ഒരുപാട് കേസ് ഇപ്പൊ തന്നെ ഞങ്ങളുടെ പേരിലുണ്ട്. ദൈവത്തെ ഓർത്ത് പോലീസിനെ വിളിക്കല്ലേ. ഇല്ല, പോലീസിൽ അറിയിക്കൂല. എന്തായാലും പൈസ മുടക്കി നിങ്ങളൊരു മഹാബലി ഇറക്കിയില്ലേ? 5 പൈസ മുടക്കാതാ ഞാൻ വാമനനെ ഇറക്കും. ചവിട്ടി താല്പര്യമാരാ പാതാളത്തിൽ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഹാപ്പി ഓണം. വടക്കേക്കരയ്ക്ക് ഒരു ആവേശം പോരല്ലോ. വടക്കേക്കരയ്ക്ക് ആവേശം ഉണ്ടല്ലോ. എവിടെ ഞാൻ കാണുന്നില്ല. ഓണമാണ്, ആവേശമൊക്കെ ഉണ്ട്. ഒരു വീറും വാശിയൊക്കെ വേണം. ഞങ്ങളെ ഓണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ, അതറിയോ? ചേച്ചി എടുത്തയച്ചു ഓണത്തിന് ഡ്രസ് എടുത്തയച്ചു. ഓണക്കോടി അണ്ണ എടുത്താ കിട്ടും. നിങ്ങളൊക്കെ ഓണത്തിന് ഡ്രസ് എടുത്താ? ഇത് കൊളാവിലെടുക്കും. രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കൊളാബ് ഒപ്പിച്ചു കൊടുക്കാൻ. കൊള്ളാൻ. അല്ല ഡയാന പെട്രോൾ പമ്പിൽ വരെ കൊളാബ് വെച്ചത്. അതൊരു ചളിയായിരുന്നു. അലിയിലേക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. കാരണം അവർക്ക് റേഷൻ കടയിൽ വരെ കൊളാവുണ്ട്. കൊണ്ടുപോയി. അല്ല എന്താ അറിയോ, ഓണമല്ലേ? അപ്പൊ ഓണത്തിന് നമ്മൾ സാധാരണ ഏറ്റവും ആഘോഷങ്ങളുടെ ഭാഗമാണ് നമ്മള് പുതിയ ഡ്രസ്സ് ഇടുക. ഓണക്കോടി എടുക്കുക, അതല്ലേ? അപ്പൊ ഓണക്കോടി അല്ലെങ്കിൽ ഓണത്തിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു തുണിക്കടയിലേക്ക് പോവാം. അത് നൈസായിട്ടൊരു ഐഡിയ. നിങ്ങൾ ഹാപ്പിയാണോ? പ്രേക്ഷകരും ഹാപ്പി ആയിരിക്കൂലേ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും കൂടെ ചേർന്ന് നമുക്ക് അളവ് കിട്ടുവാണോ? അവിടെ എന്റെ അളവ് കിട്ടും. എന്റെ അളവിനാണ് പാട്. അത് സാരല്ല, 2 കൂട്ടിയടിച്ച് തയ്പ്പിച്ചാ അതെ. ഇനി ഒന്നും പറയാൻ നിൽക്കണം, നമുക്ക് നേരെ തുണിക്കടയിലേക്ക് അതാ നല്ലത്. മഹാബലി നല്ല സുന്ദര കുട്ടനായിട്ട് വന്ന് നിൽക്കുക. ഒരു ഇച്ചിരി വൃത്തിയിലും വെടുപ്പിലും വന്ന് നിൽക്കണ്ടേ? ഓണമല്ല, ഈ കടക്കകത്ത് വല്ല ആൾക്കാർ കയറണമെങ്കിൽ ഈ ഇവിടെ നിന്നാ പോരാ, വെളിയിലേക്ക് ഇറങ്ങി ആൾക്കാരെ ചൂണ്ടയിട്ട് കടക്കകത്തോട്ട് കേറ്റണം. എന്നാ ചൂണ്ട നൂലും ഈറയും പുഴുവും വേണം. എന്തിനാ ചൂണ്ടിട്ട് പിടിക്കാൻ? എന്റെ പൊന്നു സഹോദരൻ, നീ വെളിയിലേക്ക് ഇറങ്ങി ആൾക്കാരോട് വളരെ സ്നേഹത്തോടെ ചിരിച്ചു കാണിച്ച് ആൾക്കാരെ കടക്കകത്തോട്ട് കയറ്റിയാ മതി. എന്റെ പൊന്നു മുതലാളി, ഞാൻ ഈ വേഷത്തിൽ പോയി കടയുടെ പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറില്ല. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ വല്ല സിനിമാ നടിമാരും വന്ന് നിൽക്കണം. സിനിമാ നടിമാരുടെ പേര് നീ പറഞ്ഞു പോരുത്.
കഴിഞ്ഞ ഓണത്തിന് ആ പടിഞ്ഞാറെ നടയില് ഞാനൊരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്തു. കടയ്ക്ക് ഞാൻ പേരിട്ടു സണ്ണി ലിയോൺ. ഒരു മനുഷ്യൻ കടയിൽ കയറിയില്ല. ആൾക്കാർ വിചാരിച്ചു തുണിയില്ലാത്ത കടയാണ്. അതുകൊണ്ട് അന്ന് തന്നെ കട മുട്ടലി വന്നു. പിന്നെ വേറെ കാര്യമല്ല, എന്നെ ഒന്ന് നേരത്തെ പറഞ്ഞു കേട്ടോ. എന്തിനാ? എനിക്ക് വിവരയിൽ പോയി കുറിക്കാനൊക്കെ. എന്ത് നീ കള്ളു കുടിക്കാൻ വേണ്ടി വന്നതാണോ? നീ എന്റെ കടയിലെ ഒന്ന് എങ്ങനെയും ഈ ഓണത്തിന് കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? കച്ചവടം ഉണ്ടാക്കിയിരിക്കും ഞാൻ. എടാ ഇന്ന് ഓണമാണ്. നീ ആ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാരോട് പറയണം, ഓ മാളൂര് ഇന്ന് ഓണമാണ്, സമ്പദ് സമൃദ്ധിയുടെ നാളാണ്. അതൊന്നും നീ പറയാവോ? ഞാൻ പറഞ്ഞത് കാണിച്ചു തന്നത് ആദ്യമേ ഇങ്ങ് വന്നിട്ട് ഓ മാളൂര് ഇതാണോ? ഇത് സാധനമല്ലേ? അതെ നോക്കട്ടെ. ഓ മാളാരുടെ പപ്പു ഇങ്ങോട്ട് വാ. ഇങ്ങനെ പറയണം, സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിവസമാണ്. സമ്പത്തിന്റെയും സുരേഷിന്റെയും ദിവസമാണ്. അതോ സമ്പത്തോ? സമ്പത്ത് സുരേഷ് ആരാ? എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാ. അവര് നാളെ ഇറാഖിന് പോവാ. അവര് പൊതിഞ്ഞു കെട്ടി നിന്നെ ഞാൻ ഇറാഖിന് കയറ്റി വിടും. ഞാൻ പൊളിക്കും. അയ്യോ ഞാൻ പുറത്ത് പോയി നോക്കട്ടെ മോലെ. പുറത്ത് പോയി നോക്കട്ടെ. എന്തെങ്കിലും പുറത്തേക്ക് പൊക്കോ? അങ്ങോട്ട് പോകും. 2 കസ്റ്റമർ വരുന്നുണ്ട്. ഞാൻ സ്റ്റൈലായിട്ട് ഓളക്കയിൽ നീരാടി ഓലത്തുമ്പിൽ ചാഞ്ചാടി ഓളക്കയിൽ നീരാടി. എക്സ്ക്യൂസ് മീ സർ. എന്റെ കട കണ്ടോ? എന്ത് നല്ല മനോഹരമായ കടയാണ്. കട ഇഷ്ടപ്പെട്ടു. അതെ ചേട്ടാ, ഈ ഓണമായിട്ടെ അതെ നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓണം അടിച്ച് പൊളിക്കണം. ഓരോ ദിവസം ഓരോരോ സ്റ്റൈലിലുള്ള, ഓരോ ദിവസം ഓരോ വെറൈറ്റി അടിക്കണം. നിങ്ങൾക്ക് എന്ത് വെറൈറ്റി വേണമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഉത്രാടത്തിന്റെ അന്ന് പത്രാസ് ഉള്ള ഒരു സാധനമാണ്. ഉത്രാടത്തിന്റെ അന്ന് പത്രാസ് ഉള്ള ഒരു സാധനം എടുത്ത് മാറ്റി വെക്കാം. ഉത്രാടത്തിന്റെ പത്രാസ്. പിന്നെ നമുക്ക് അവിട്ടത്തിന്റെ അന്ന് എന്താ? അവിട്ടത്തിന്റെ അന്ന് നമുക്ക് തവിട്ട് കളറുള്ള ഒരു ഡ്രസ് വേണം. അവിട്ടത്തിന്റെ അന്ന് തവിട്ട് കളറിൽ ഡ്രസ് എടുത്തോണ്ട് വരണം. ചേട്ടാ ചതയത്തിന് എന്തെടുക്കും? ചതയത്തിന്റെ അന്ന് എന്താ? ചതയത്തിന് ചതഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെയാണ് ചതഞ്ഞ ഇതുപോലെ ചുക്കി ചുളുങ്ങിയ എന്തെങ്കിലും വസ്ത്രം. നമുക്ക് തിരുവോണത്തിന് എന്ത് വേണം ചേട്ടാ? തിരുവോണത്തിന്റെ ഡ്രസ് വേണ്ട. അന്ന് ഡ്രസ് വേണ്ട. തിരുവോണത്തിന്റെ ഡ്രസ് വേണ്ട. തിരുവോണത്തിന്റെ അന്ന് നിങ്ങൾ പിറന്നപടി നിൽക്കാനാണ്. അയ്യോ അതല്ല, തിരുവോണത്തിന്റെ അന്നേ നമുക്ക് ഒറിജിനൽ കസവ് വേണം. ഒറിജിനൽ കസവായിട്ടുള്ള കളർഫുൾ വേണ്ട. തിരുവോണത്തിന്റെ അന്ന് സെറ്റ് സാരി. എനിക്ക് സെറ്റ് സാരി. ഇവിടെ പാന്റും ഷർട്ടും അല്ലെ മുണ്ടും ഷർട്ടും. പിന്നെ ഒരു പാന്റും കൂടെ എടുത്തോ. പാന്റ് വേണം. പാന്റ് ഉണ്ടല്ലോ. പാന്റ് നിങ്ങളുടെ അളവ് എടുക്കണം, വേസ്റ്റ് എടുക്കണം. അത് 36 ആണ്. 36 ആണ്. 36 ആണ്. പക്ഷേ ഓണം ആയതുകൊണ്ട് എനിക്ക് 37 വേണം. അത് പ്രഥമനടിക്കും തള്ളി വരും. ഓക്കെ 37. ഇവനെ എവിടെ പോകുന്നു ഇതിന്റെ ഇടയ്ക്ക്? പാന്റ് എന്താ ചേട്ടാ? ഹലോ നമ്മുടെ കസ്റ്റമറുടെ ഇതിനാണ് നിങ്ങൾ വന്ന് അവര് സംസാരിക്കുന്നത്. അല്ല, എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം. ആരാ? എന്റെ കടയിൽ പലരും വരും. അതൊന്നും അന്വേഷിക്കാനുള്ള നിന്റെ ജോലി. ഞാൻ എവിടെയോ കണ്ട് നല്ല. എന്തോ ചേട്ടാ ഇത്? ഞങ്ങള് സമാധാനത്തോടെ ഡ്രസ് എടുത്തോട്ടെ. ശരി പോ. പ്ലീസ് ഇപ്പൊ പോ. ദൈവത്തോർത്ത് നീ പോ. അതെ, അയാളുടെ വല്ലാത്തൊരു നോട്ടം കേട്ടോ. മേഡത്തെ കണ്ട ആരും നോക്കി പോകും മേഡം. അത്രയ്ക്ക് സുന്ദരിയല്ലേ? ആണോ? അത്രയ്ക്ക് സുന്ദരിയാ. പിന്നെ എന്താണ് ഇത്? എന്താടോ? ആ കണ്ണട ഒന്ന് വരെ. ആ കണ്ണട ഒന്ന് ഒരു മാറ്റ്. എന്തിനാ കണ്ണാടി ഒരു മാറ്റ്? കണ്ണട ഒന്ന് ഒരു മാറ്റ്. അവളെ എന്റെ ഭാര്യയാണ്. അവള് കണ്ണടി ഒരു മാറ്റണമെന്നുണ്ടെങ്കിൽ അവൾ എന്റെ അടുത്ത് പറയും. എടാ നിന്റെ ഭാര്യയുടെ കണ്ണട നിന്റെ വീട്ടിൽ പോയി ഒരു മാറ്റ്. കണ്ണട ഒരു മാറ്റ്. ഞാനിവിടെ ഭർത്താവായിട്ടിരിക്കുമ്പോ നീ കയറി അധികാരം കാണിക്കും. കണ്ണട തനിക്ക് എന്ത് കാര്യോടോ എന്റെ ഭർത്താവിനെ അടിക്കാനായിട്ട്? താനാരാ? എടി സുമ, ഞാൻ നിന്റെ ഭർത്താവാടി സുരേഷ്. ഞാൻ ഈ മുടി താടി വെച്ചോടിക്കും മനസ്സിലാവാത്തത്. ആ മുടിയൊന്നെടുത്ത്. അയ്യോ സുരേഷ് ഏട്ടൻ, നീ എന്നെ ചതിക്കാറില്ലേ? കണ്ടവന്റെ കൂടെ നിരങ്ങി നടക്കാനല്ല നീ ടെക്സ്റ്റൈൽസ് തോറും. അങ്ങനെയാണെങ്കിലേ ഞാനല്ല, സുരേഷ് ഏട്ടൻ എന്നെ ചതിച്ചത്. സുരേഷ് ഏട്ടൻ ചെന്നൈക്ക് പോകാന്നല്ലേ പറഞ്ഞത്? 7 ദിവസം കഴിഞ്ഞ് വരുള്ളൂന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാണ് നിങ്ങൾ ഈ താടി മുടിയൊക്കെ വെച്ചിട്ട് ഈ കടയുടെ ഫ്രണ്ട് വന്നിരുന്നത്? അപ്പൊ ശരിക്കും ഇയാളല്ലേ എന്നെ ചതിച്ചത്? ഈ കുട്ടിയുടെ ഭാഗത്താണ് ന്യായം. എന്തുവാ സോമേട്ടാ തെറിച്ചു പോയത്? അത് പോപ്കോൺ അല്ലേ? പോപ്കോൺ അല്ല, എന്റെ അണപ്പല്ലാതെ എന്റെ ഓണസദ്യയുടെ കാര്യത്തിൽ തീരുമാനമായി. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ വൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മെഡലുകൾ ഇവിടെ സെറ്റാണ്. മികച്ച ചളി, മികച്ച കൗണ്ടർ. ഞാൻ എടുക്കണം ഇപ്പോഴേ? വേണ്ട. മികച്ച ചളി
ഇന്ന് തുടങ്ങാം. മികച്ച ചളി ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും നല്ല ചളി അടിച്ചത് ശ്രീവിദ്യ. എന്നെ നോക്കണ്ട ഇപ്രാവശ്യം ഞാൻ അഖിൽ. കിട്ടിയിട്ടില്ല. അല്ലല്ലല്ല, ദയാ. ശ്രീവിദ്യന്റെ അടുത്ത് നിൽക്കണ അഖിലാണ്. ഐസക് ന്യൂട്ടൻ ചാക്കോ മാഷാണ്. ഏതായിരുന്നു? അയ്യോ അത് ചളിയല്ല, അത് വിവരമില്ലായ്മയാണ്. ഏത് സംഭവം ഇതാ? അല്ല, അതന്നെ അതന്നെ. ചാക്കോ മാഷി എന്റെ അപ്പനല്ല നിന്റെ അപ്പന. പക്ഷേ അല്ല, ഇവന്റെ ഏത് ഇതിനാണ് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത്? അല്ല, ഐസക് ന്യൂട്ടൻ. ഐസക് ബൾബിന്റെ ആരാണ് ബൾബ് കണ്ടുപിടിച്ചത് ഒന്ന് നോക്കൂ, കണ്ടു വരൂ. ഇതിപ്പോ ആര് കണ്ടുപിടിച്ച ഗെയിമാണ് ഇത് ഐസക് ന്യൂട്ടൻ മറ്റേ ബൾബ് കണ്ടുപിടിച്ചതിന് ശേഷം ചെറിയൊരു സമയമുണ്ടായിരുന്നു, അപ്പൊ കണ്ടുപിടിച്ച ഗെയിം. ഫോണിപ്പോ എടാ, ഐസക് ന്യൂട്ടൻ ആണോടാ ബൾബ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ അല്ലേ? തോമസ് തോപ്പിൽ കൂടിയാ. അത് അവൾക്ക് അറിഞ്ഞൂടാ. അത് സത്യം, അത് ചളിയല്ല, അത് വിവരമില്ലായ്മയാണ്. വിവരമില്ലായ്മ മനസ്സിലായി. ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ച എന്തായിരുന്നു? ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടർ. ആപ്പിൾ ആപ്പിൾ കമ്പ്യൂട്ടർ. ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ച ആപ്പിളാ. ആപ്പിള് വീണപ്പം എവിടെ ഐസക് ന്യൂട്ടൻ പോയി. കൂടെ അവൻ ഉമ്മ തന്നു. പ്രേക്ഷകർ നിങ്ങൾ കണ്ടിരുന്നോ? അത് ഷോർട്ട് കറക്റ്റ് വെക്കണം. ഞാൻ മെഡലാവുമ്പോൾ ഞാൻ അതിന്റെ ഷോക്കിലാണ്. ചേച്ചി മെഡലാ. അതിന് സന്തോഷമാണോ? അത് ചിരിച്ചോട്ടാ പോണേ. ഐസില് ഇത് ഊരിയിട്ടിട്ട് പോകാം നിന്റെ പരിപാടി. അല്ലല്ല മനസ്സിലായി, ഉമ്മ കൊടുത്തത് മെഡൽ തന്നെയാണ്, അത് ഞാൻ കണ്ടു. പക്ഷെ അത്ര അടുത്ത് പോയി കൊടുക്കണോ? ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊക്കി ഇവിടെ വരെ കൊടുക്കാൻ ഇതില്ലേ ഞാൻ ഇവിടെ വന്ന് ഞാൻ പഴമായി, കിഴങ്ങായി, ഇപ്പൊ ത്രീലമ്പടലുമായി. നിങ്ങളെ വിശ്വസിച്ചല്ലേ ആ സോഫയിൽ ഒരറ്റത്ത് ഞാൻ ഇരിക്കണത്? ഇന്നേവരെ ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ മാറി നിക്കണം അവിടുന്ന്. അല്ലല്ല, ഇത് ഞാൻ ഇട്ടിട്ടേ പോളൂ. ഇല്ലില്ല, ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചെന്തോ പറ. ഗ്രാവിറ്റി. ഐസക് ന്യൂട്ടൻ കൊണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞ അത് തമാശക്ക് വെറുതെ പറഞ്ഞോളൂ. വൈൻഡപ്പില് ഇതൊക്കെ വിശ്വസിക്കുന്ന നീ ശരി. എങ്കിൽ അടുത്തതായിട്ട് പോകുന്നത് മികച്ച കൗണ്ടറുകൾ. പക്ഷെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാരും നല്ല രീതിയിൽ കൗണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, നോമിനേഷൻ വൈസ് നോക്കുമ്പോൾ എനിക്ക് അഖില് പറഞ്ഞ കുറെ കാര്യങ്ങളും പിന്നെ നമ്മുടെ നോബി ചേട്ടൻ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ഇവളെന്തൊരു വലിയ കൗണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടൂല. എനിക്ക് തോന്നുന്നു വിവരിൽ ഒരുപാട് കൗണ്ടറുകൾ അവളുടെ ഈ നമ്മളല്ലേ ഒരു വൺ ലൈൻ സ്പോണ്ടേനിയസ് കമന്റ്സ് കൗണ്ടർ പറഞ്ഞല്ലേ അഖിലിനെ പറ്റി കറക്റ്റ് അവൾക്ക് മാത്രമേ അറിയുള്ളൂ. വിവരില്ലായ്മ. അതെ, അപ്പൊ വിവരമില്ലാത്തവനും അതിനെ. അപ്പൊ അവൾക്ക് തന്നെ മികച്ച കൗണ്ടർ. ബെസ്റ്റ് കൗണ്ടർ. ഇത് ശരിക്കും അല്ലല്ല, ഇതാണ് ഞാൻ കണ്ട ഇന്ത്യ എന്ന് പറയൂലേ, ഇത് പറയൂലേ, ഇതാണ് ഞാൻ കണ്ട ഞാൻ സ്വപ്നം കണ്ട കിരാശേരി. നിങ്ങൾ അറിഞ്ഞോ? എന്താ നിങ്ങളുടെ മികച്ച കൗണ്ടർ ആണ് അവൾ ഏറ്റെടുത്തിരിക്കുന്നത്. വിവരമില്ലായ്മ അതില് കൗണ്ടറില്ല. ഇത് ട്രോഫി അല്ലല്ലോ. പ്രേക്ഷകരെ, വീണ്ടും ശ്രീവിദ്യ തെളിയിച്ചോണ്ടിരിക്കുകയാണ് അവളുടെ ഉള്ളിൽ ഫയർ ഉണ്ട്. അവളുടെ ഉള്ളിലല്ല, അവളുടെ ബാഗിലാണ് ഫയർ ഉള്ളത്. എന്റെ മോളില് തുപ്പിത്. അയ്യോ, കണ്ടു കഴുകാൻ പോണം. ഒരു കാര്യം ചെയ്യാം. ഇവരെ വലിയ ആവാസന. എനിക്ക് ഉപ്പ് തന്നു, ചേച്ചിയെ തുപ്പി. അതുകൊണ്ട് കുറെ കാര്യങ്ങളും ചെയ്യുന്നോണ്ട് നമുക്ക് ഇവന് ഞാൻ ഇതേ കൊടുക്കുള്ളൂ. ആണോ? എന്നിട്ട് ചേച്ചി ഇങ്ങനെ കൂടെ പറ, നന്നായി ഇത് സമ്മാനോടെ കൂടോത്രം ചെയ്ത മികച്ച കര ലഭിച്ചിരിക്കുന്നത് വടക്കേക്കാർക്കാണ്. ഒരു മിനിറ്റ്. കൂടോത്രം ചേച്ചി, കൂടോത്രം സത്യം. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും, വേറെ ചാനലുകാർ ഇവിടെ കൊടുത്തുവിട്ടാണോ? ഇതേ നമ്മളുടെ അഖിലിന്റെ ഈ വളിപ്പ്, ഈ എന്താ പറയാ പഴം പേഴ്സണാലിറ്റി, ഈ ഒരു എന്താ പറയാ തുപ്പൽ പേഴ്സണാലിറ്റി, ഈ ഉമ്മ വെപ്പൽ റോങ് സൈഡില്, പിന്നെ ഈ ആഭാസം, പിന്നെ അങ്ങനെ അശ്ലീലം, വിവരമില്ലായ്മ, നോർത്ത് സൈഡില് നമ്മൾ നോർത്ത് സൈഡിലെ ദൃഷ്ടി തട്ടാതെ ഇങ്ങനെ വളർന്നേ വാഴനേ ദൈവമേ വാഴി 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 ഒന്നും നടക്കണം. അല്ല, എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പായി, എനിക്ക് പെണ്ണ് കിട്ടൂല. നടക്ക അങ്ങനെ ഫാഷൻ ഷോ. അമ്മ മ്യൂസിക് കിട്ടോ?
ഒന്ന് നിക്കണം നോക്കിയാണ് ആറിന് വല്ല പറയുമ്പോ. നീ അവിടെ ഇങ്ങനെ വരുമ്പോ ജോൺ ഹോനായി പോലെ ഉണ്ടടാ. ജോൺ പോലെ പെട്ടിയില്ലല്ലേ ഇതില്? ഇതാണോ പെട്ടി? ഇതാണ് ആഡ്രൂസിന്റെ പെട്ടി. അമ്മച്ചി ഇതാ ആഡ്രൂസിന്റെ പെട്ടി. ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ അതിന്റെ ഒപ്പം Why so serious? Comedy Master Lady, full on fun.